ഹായ് ഓൾ, വെൽക്കം ടു നെസസ് കെയർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചെറിയൊരു കണ്ടീഷൻ ഡിസ്കസ് ചെയ്യാം. ഒരു പക്ഷേ ഞാൻ ഈ കണ്ടീഷൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു പേര് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എത്താം. അത് വേറൊന്നുമല്ല, ഹീമോബീലിയ എന്ന കണ്ടീഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയ ഒരു പേരെന്ന് പറയുന്നത് ഹീമോഫീലിയ ആയിരിക്കും, അല്ലേ? ഹീമോബീലിയ എന്ന് പറയുന്നത് നമ്മുടെ ബിലിയറി സിസ്റ്റത്തിലേക്ക് സംഭവിക്കുന്ന ബ്ലീഡിംഗ് ഡിസോർഡറാണ്. അത് സാധാരണ നമുക്കറിയാം, ബിലിയറി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കാണ്. ലിവർ, ഗോൾ ബ്ലാഡർ, ബൈൽ ഡക്റ്റ് എന്നിവയടങ്ങിയ ഒരു നെറ്റ്വർക്കിനെയാണ് ബിലിയറി സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. യൂഷ്വലി അത് പാസ് ചെയ്യേണ്ടത് ബൈലിലായിരിക്കും. പക്ഷേ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ബൈലിന് പകരം ബ്ലഡും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇത് ഫ്ലോ ചെയ്യുന്നത്. സോ എന്തൊക്കെ രീതി കൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താമെന്ന് നോക്കാം. മെയിനായിട്ടും ഇതൊരു ഇയാട്രോജനിക് കോസസ് ആണ് ഉണ്ടാകുന്നത്. ഇയാട്രോജനിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രൊസീജിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ലിവർ ബയോപ്സി, അതല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺ റിമൂവൽ പ്രൊസീജിയേഴ്സ്, ERCP തുടങ്ങിയ പ്രൊസീജിയറുകളിലെ ഒരു റിസൾട്ടായിട്ട് വേണമെങ്കിൽ ഈ ഒരു ബ്ലീഡിങ്ങിലേക്ക് എത്താം, ഒരു കോംപ്ലിക്കേഷൻ എന്ന രീതിയിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയിട്ട്, അതായത് ഒരു മാസീവ് ഇഞ്ചുറി, നമുക്കൊരു അബ്ഡോമിനൽ ഏരിയയിൽ ഒരു മാസീവ് ഇഞ്ചുറി സംഭവിക്കുന്നു, ലൈക്ക് മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു ഫോൾ ഫ്രം ഹൈറ്റ്, നമ്മുടെ വയറ് ഇടിച്ച് നമ്മൾ വീഴുന്ന ഒരവസ്ഥ, അങ്ങനെ വേണമെങ്കിൽ വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്, ഇൻഫെക്ഷൻസ്, ഈ സ്റ്റോൺസിൻ്റെ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഒബ്സ്ട്രക്റ്റ് ചെയ്ത് അതിനുശേഷം അത് ഏതെങ്കിലും ബ്ലഡ് വെസൽസിന് ഇഞ്ചുറി ആക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ബ്ലീഡിങ് ഡിസോർഡർ ടെൻഡൻസി നമുക്ക് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ചില റെയറായിട്ട് കാണുന്ന ക്യാൻസറുകളിൽ, ഗോൾ ബ്ലാഡർ ക്യാൻസർ, ലിവർ ക്യാൻസറുകളിലെല്ലാം റെയറായിട്ട് ഈ ഒരു ബ്ലീഡിങ് ഡിസോർഡർ കാണാറുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്? ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രയാഡാണ് ക്വിങ്സ് ട്രയാഡ് എന്ന് പറയും. ക്വിങ്സ് ട്രയാഡ് ഒരു പക്ഷേ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവത്തില്ല. നമുക്ക് പല ഡിസീസ് കണ്ടീഷൻസിലും പല ട്രയാഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെയധികം നോട്ട് ചെയ്യേണ്ട ഒരു ട്രയാഡാണ് ക്വിങ്സ് ട്രയാഡ് എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, 3 കണ്ടീഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 3 രീതിയിലായിരിക്കും പേഷ്യൻ്റ് ഇത് ഈ ഒരു ബ്ലീഡിങ് സിംറ്റമാറ്റിക്കലി റിവീൽ ചെയ്യുന്നത്. ആദ്യത്തേത്, പേഷ്യൻറ്റിന് അബ്ഡോമിനൽ പെയിൻ പ്രസൻറ്റ് ചെയ്യും. അബ്ഡോമിനൽ പെയിൻ എന്ന് പറയുന്നത് റൈറ്റ് അപ്പർ ക്വാഡ്രൻ്റ് ആയിരിക്കും. കാരണം ലിവറും ഗോൾ ബ്ലാഡറും എല്ലാം നമ്മുടെ റൈറ്റ് സൈഡാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് കാണിക്കുന്ന ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് റൈറ്റ് അപ്പർ ക്വാഡ്രൻ്റ് പെയിൻ ആയിരിക്കും. അതിനെ തുടർന്ന് പേഷ്യൻ്റ് കാണിക്കുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ജോണ്ടിസ് ആണ്. അതായത് നമുക്കറിയാം, ബൈൽ ഡക്ഷൻ ഒബ്സ്ട്രക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ യെല്ലോയിഷ് ഡിസ്കളറേഷൻ വരും, കാരണം ബൈൽ ഒബ്സ്ട്രക്ഷൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ പേഷ്യൻ്റ് ജോണ്ടിസ് സിംറ്റമാറ്റിക്കലി കാണിക്കാൻ തുടങ്ങും. ലാസ്റ്റായിട്ട് പേഷ്യൻ്റ് കാണിക്കുന്നതാണ് GI ബ്ലീഡിങ്. അതായത് ഈ കെട്ടിക്കിടക്കുന്ന ബ്ലഡ്, അല്ലെങ്കിൽ ആ ഒരു ബൈലിനോടൊപ്പം ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്ക് പോയ ബ്ലഡ് മലീനയായിട്ടായിരിക്കും ലേറ്റർ സ്റ്റേജിൽ കാണിക്കുന്നത്. സോ ഇതെല്ലാം ഒരു പേഷ്യൻ്റ് കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ 20 മുതൽ 22% വരെ പേഷ്യൻസിൽ ഈ 3 കണ്ടീഷൻസും നമുക്ക് കാണാം. അതേസമയം 1 or 2 കണ്ടീഷൻസ് ഉണ്ടെങ്കിലും നമ്മൾക്ക് പേഷ്യൻറ്റിനെ ഒരു CTO അല്ലെങ്കിൽ ഒരു USG ചെയ്യാനായിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനത്തെ കംപ്ലയിൻറ്റുമായിട്ടാണ് പേഷ്യൻ്റ് വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് USG സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ CT സ്കാൻ ചെയ്യാം. ഈ 2 നോൺ ഇൻവസീവ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് വഴി നമുക്കിത് റിവീൽ ചെയ്യാം. കാരണം ഇതൊരു ബ്ലഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് എത്രയും വേഗം നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഇത് ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാം. ഇനി ഏതൊക്കെ രീതിയിലാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഇതൊരു ബ്ലീഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയാണോ ബ്ലീഡിങ് ഉണ്ടായത് ആ ഒരു സൈറ്റ് കണ്ടെത്തി അതിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. മെയിനായിട്ടും ബ്ലീഡിങ് സംഭവിക്കുന്നത് ഒരു അബ്നോർമൽ കണക്ഷൻ കാരണമായിരിക്കും. നമ്മുടെ ബ്ലഡ് വെസൽസും ഈ ഒരു ബൈൽ ഡക്റ്റുമായിട്ട് ഒരു അബ്നോർമൽ കണക്ഷൻ ഫോം ചെയ്ത് അതുവഴിയായിരിക്കും ബ്ലഡ് ലീക്ക് ആവുന്നത്. അത് നമ്മൾ ഈ USG സ്കാൻ വഴി കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ CT സ്കാനിൽ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ട്രാൻസ് ആർട്ടീരിയൽ എംബോളൈസേഷൻ വഴി ഏത് ആണോ സോഴ്സ്, ബ്ലഡ് ലീക്ക് ആവുന്ന സോഴ്സ് കണ്ടുപിടിച്ച് അതിനെ കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത്. ഇനി ലേറ്റർ സ്റ്റേജ് ആണെങ്കിൽ പേഷ്യൻറ്റിന് പലവിധ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ സർജിക്കൽ മാനേജ്മെൻറ്റും ചെയ്യാവുന്നതാണ്. ഇത് ഒരു പക്ഷേ വളരെ റെയറായിട്ട് നമ്മൾ ആരും കേൾക്കാത്ത ഒരു ടേം തന്നെയായിരിക്കും. പക്ഷേ ഇതിലെ ക്വിങ്സ് ട്രയാഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയാണ്. അത് വേണമെങ്കിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്സുമായിട്ട് നമുക്ക് ഇനിയുള്ള വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.